ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം സമുദായത്തെ വ്യാപകമായി തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള അപകടകരമായ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചത്. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ, മതേതരത്വത്തെ, ഈ ബഹുസ്വര സംസ്കാരത്തെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ പാടില്ല, കോടതിയിൽ ഹർജി കൊടുക്കാൻ പാടില്ല, ജനാധിപത്യ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ പാടില്ല. അത് താഗൂത്തിന്റെ ഭരണകൂടമാണ്, പൈശാചിക ഭരണകൂടമാണ്. ഇവരുടെ പഠിപ്പിച്ചില്ലേ? അന്ന് സമസ്തയുടെ സമുന്നതനായ നായകൻ മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, വാണിയമ്പലം ഉസ്താദ് പറഞ്ഞു, ഇവര് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. വാണിയമ്പലം ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇവർ മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് രേഖപ്പെടുത്തുന്നത് ശിർക്കാണ് എന്ന് പറയുന്നവരാണ്. ജമാഅത്തേര് പറഞ്ഞു, ഈ മൂല്യർക്ക് മതം അറിയില്ല, രാഷ്ട്രീയം അറിയില്ല, തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങളെ കുറിച്ചാണോ മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പരിണാമം കാണാൻ വാണിയമ്പലം ഉസ്താദ് ഉണ്ടായില്ല, പക്ഷെ പിന്മുറക്കാരുണ്ടായല്ലോ. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന ശിർക്കാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണകൂടം പൈശാചിക ഭരണകൂടമാണ്, ആ ഭരണകൂടത്തെ അംഗീകരിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളോട് പറയുന്നു.